നമ്മുടെ രാജ്യത്ത് മതനിരപേക്ഷതയും ഫെഡറലിസവും നിരന്തരം ആക്രമിക്കപ്പെടുന്നു. ഈ പ്രശ്നങ്ങളെ വേണ്ടവിധം ഉയർത്തിക്കൊണ്ടുവരുവാൻ, ചർച്ച ചെയ്യുവാൻ നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷമായ കോൺഗ്രസിന് സാധിക്കുന്നുണ്ടോ? ജനങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് വികസന കാര്യത്തിൽ വൻ കുതിപ്പുണ്ടാക്കും എന്നായിരുന്നു കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമ്പോൾ BJPയുടെ അവകാശവാദം. എന്നാൽ അവർ നൽകിയ വാഗ്ദാനങ്ങളെല്ലാം ജലരേഖയായി മാറിയ അനുഭവമാണ് രാജ്യത്തുണ്ടായത്. ഇന്നും പുറത്തുനിന്ന് ആരെങ്കിലും വരുമ്പോൾ ഗുജറാത്തിലെ ചേരികൾ കെട്ടിമറയ്ക്കേണ്ട അവസ്ഥയാണ്. BJP നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങൾ രാജ്യത്തെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നത് തുടരുന്നു. വിലക്കയറ്റം, വേതനത്തിലെ സ്തംഭനാവസ്ഥ, വർദ്ധിച്ചു വരുന്ന അസമത്വങ്ങൾ എന്നിവയാൽ ജനങ്ങൾ കഷ്ടപ്പെടുന്നു. അമേരിക്ക താരിഫ് ഏർപ്പെടുത്തിയതിനു ശേഷം തൊഴിലില്ലായ്മ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നീക്കം ഇന്ത്യയുടെ കൃഷി, മത്സ്യബന്ധനം, MSMEകൾ, പ്രത്യേകിച്ച് തുണി വ്യവസായം എന്നിവയെ സാരമായി ബാധിക്കും. നമ്മുടെ രാജ്യത്തെ സമ്മർദ്ദത്തിലാക്കാൻ US വ്യാപാര പ്രതിനിധികൾ ഇന്ത്യയിലുണ്ട്. BJP സർക്കാർ എന്തിന് US സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്നു? നമ്മുടെ കർഷകരുടെയും തൊഴിലാളികളുടെയും ചെറുകിട ഇടത്തരം സംരംഭകരുടെയും താല്പര്യങ്ങൾക്കൊപ്പം നിൽക്കാൻ കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല? ബീഹാറിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ട വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണം SIR ലംഘനങ്ങൾ നിറഞ്ഞതാണ്. അതിന്റെ ഫലമായി നിരവധി പൗരന്മാർക്ക് ഭരണഘടന നിയമപരമായി ഉറപ്പു നൽകുന്ന വോട്ടവകാശം നിഷേധിപ്പിക്കപ്പെട്ടു. ഈ പ്രക്രിയ രാജ്യത്തുടനീളം വ്യാപിപ്പിക്കാൻ കമ്മീഷൻ ഇപ്പോൾ ശ്രമിക്കുന്നു. പ്രധാനമന്ത്രിയെയും മുഖ്യമന്ത്രിമാരെയും മറ്റു മന്ത്രിമാരെയും 30 ദിവസത്തെ കസ്റ്റഡിക്ക് ശേഷം നീക്കം ചെയ്യാൻ അനുവദിക്കുന്ന 3 ബില്ലുകൾ BJP നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചു. സ്ഥാപിതമായ നിയമ നടപടിക്രമങ്ങളെ മറികടക്കാനുള്ള സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധ പ്രവണതയാണ് ഈ ബില്ലുകൾ എടുത്തു കാണിക്കുന്നത്. സർക്കാർ ന്യൂനപക്ഷ ജനതയുടെ അവകാശങ്ങൾ കവർന്നെടുക്കുകയാണ്. ന്യൂനപക്ഷങ്ങൾക്കുള്ള സ്കോളർഷിപ്പുകൾ പോലും നിർത്തലാക്കി. ഈറോഡ്, തിരുപ്പൂർ, കോയമ്പത്തൂർ എന്നിവിടങ്ങളിലെ തുണി വ്യവസായങ്ങൾ സാരമായി ക്ഷയിച്ചതിന്റെ കാരണം BJP സർക്കാരിന്റെ നയങ്ങളാണ്. പരുത്തി സംഭരണം സർക്കാർ ഉപേക്ഷിച്ചതാണ് ഇതിനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന്. സർക്കാർ കോർപ്പറേറ്റ് ഉടമകൾക്ക് അനുകൂലമായി മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. UPA സർക്കാരിന്റെ കാലത്ത് പെട്രോളിയം വില വർധനയ്ക്കെതിരെ പ്രക്ഷോഭ രംഗത്തിറങ്ങിയ BJP അധികാരത്തിലെത്തിയതോടെ ജനങ്ങളെ വഞ്ചിച്ചു. പെട്രോളിന്റെ വില നിയന്ത്രണമാണ് കോൺഗ്രസ് എടുത്തു മാറ്റിയത്. ഡീസലിന്റെ വില നിയന്ത്രണം BJP സർക്കാരും എടുത്തു മാറ്റി. വില നിയന്ത്രണം എടുത്തു മാറ്റുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില ഇടിയുന്നതിന്റെ നേട്ടം ജനങ്ങൾക്ക് ലഭിക്കുമെന്നായിരുന്നു ഇതിന്റെ വക്താക്കൾ പ്രചരിപ്പിച്ചത്. എന്നാൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില വൻതോതിൽ കുറഞ്ഞിട്ടും രാജ്യത്തെ വിലക്കുറവ് ഉണ്ടായില്ല എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. വിദേശത്തുള്ള കള്ളപ്പണം തിരിച്ചു കൊണ്ടുവന്ന് ഓരോ പൗരന്റെയും ബാങ്ക് അക്കൗണ്ടിൽ 15 ലക്ഷം രൂപ നിക്ഷേപിക്കുമെന്നായിരുന്നു മറ്റൊരു വാഗ്ദാനം. എന്നാൽ 45% പണമടച്ചാൽ ഏത് കള്ളപ്പണവും വെളുപ്പിക്കാമെന്നാണ് BJP സർക്കാർ കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചത്. UPA സർക്കാർ നടപ്പിലാക്കിയ ആഗോളവൽക്കരണം തന്നെയാണ് BJP അധികാരത്തിൽ വന്ന ശേഷവും തുടരുന്നത്. BJP അധികാരത്തിൽ വന്ന ശേഷം ഒന്നാമത്തെ ബജറ്റിൽ 70,000 കോടി രൂപയുടെയും രണ്ടാമത്തെ ബജറ്റിൽ 55,000 കോടി രൂപയുടെയും പൊതുമേഖലാ ഓഹരികളാണ് വിറ്റഴിക്കാൻ തീരുമാനിച്ചത്. കാർഷിക മേഖലയിലാകട്ടെ സബ്സിഡി വെട്ടിക്കുറയ്ക്കുന്ന നയം തുടരുകയാണ്. കർഷക ആത്മഹത്യ കഴിഞ്ഞ വർഷങ്ങളിൽ 26% വർദ്ധിച്ചു. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ മേഖലയായ ചില്ലറ വ്യാപാര മേഖല ബഹുരാഷ്ട്ര കമ്പനികൾക്ക് എഴുതി കൊടുക്കുന്നതിനെ എതിർത്തവരാണ് BJPക്കാർ. എന്നാൽ അവർ അധികാരത്തിൽ വന്നതോടെ ഈ മേഖലയും വിദേശ കുത്തകൾക്ക് അടിയറ വയ്ക്കുന്ന നയം തന്നെയാണ് നടപ്പിലാക്കുന്നത്. വിലക്കയറ്റം പിടിച്ചു നിർത്തുമെന്ന അവകാശവാദവുമായാണ് BJP അധികാരത്തിൽ വന്നത്. എന്നാൽ രാജ്യത്തെ വിലക്കയറ്റത്തിൽ ഒരു കുറവും ഉണ്ടായില്ല. വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പവും തൊഴിലില്ലായ്മയും നിയന്ത്രിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു. BJP സർക്കാരിന്റെ നയങ്ങൾ എല്ലായ്പ്പോഴും കർഷക വിരുദ്ധമാണ്. കേരളം ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകുമ്പോൾ മോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ രാജ്യത്തെ വൻകിട സംരംഭങ്ങളെ വിറ്റുതുലയ്ക്കുകയാണ്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ പ്രധാനമന്ത്രിയുടെ ഒരു പിടി ഉറ്റ സുഹൃത്തുക്കൾ കൈമാറാൻ ശ്രമിക്കുന്നു. ഇന്ന് രാജ്യം സുരക്ഷിതമല്ല. നിയന്ത്രണം പതുക്കെ പതുക്കെ മുതലാളിമാരുടെ കയ്യിലേക്ക് പോവുകയാണ്. അഴിമതി തുടച്ചു മാറ്റുമെന്നായിരുന്നു മറ്റൊരു വാഗ്ദാനം. പട്ടാളക്കാർക്ക് വേണ്ടി ശവപ്പെട്ടി വാങ്ങിയതിൽ പോലും അഴിമതി കാണിച്ച BJP സർക്കാർ അത്തരം രീതികൾ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ഉണ്ടായത്. മധ്യപ്രദേശിലെ അഴിമതി രാജ്യവ്യാപകമായി ചർച്ച ചെയ്തതാണ്. നിരവധി പേർക്ക് മെഡിക്കൽ, എഞ്ചിനീയറിംഗ് പ്രവേശനവും ഉദ്യോഗങ്ങളും വഴിവിട്ട രീതിയിൽ തരപ്പെടുത്തി കൊടുത്തു എന്നതാണ് ഈ അഴിമതിയുടെ അടിസ്ഥാനം. ഈ കേസുമായി ബന്ധപ്പെട്ട് മധ്യപ്രദേശിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ലക്ഷ്മികാന്ത് ശർമ്മ
IPS ഉദ്യോഗസ്ഥർ, പ്രവേശന പരീക്ഷാ ബോർഡ് കൺട്രോളർ തുടങ്ങി 1800-ലധികം പേർ അറസ്റ്റിലാകുന്ന സ്ഥിതിയുണ്ടായി. RSS നേതാക്കൾക്കും ഗവർണർക്കും വരെ ഇതിൽ പങ്കുണ്ടാകുന്ന സ്ഥിതിയുണ്ടായി. സുപ്രീം കോടതി ഇടപെടുന്ന ഘട്ടം വന്നപ്പോഴാണ് അന്വേഷണം പോലും പ്രഖ്യാപിച്ചത്. 2000 കോടി രൂപയുടെ അഴിമതിയാണ് ഇതിന്റെ ഭാഗമായി നടന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് 60ഓളം പേർ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുക പോലും ഉണ്ടായി. ഇത്തരം ഒരു അവസ്ഥ ഇന്ത്യയുടെ അഴിമതിയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടേയില്ല. IPL അഴിമതി കാണിച്ച് ലളിത് മോഡിക്ക് നാടുവിടാൻ സൗകര്യമൊരുക്കിയത് കേന്ദ്ര മന്ത്രിസഭയിലെ അംഗം തന്നെ. ഛത്തീസ്ഗഡിൽ റേഷൻ വിതരണത്തിലാണ് കുംഭകോണം നടന്നത്. മഹാരാഷ്ട്രയിലാകട്ടെ സർക്കാരിന് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിലായിരുന്നു തിരിമറി. അങ്ങനെ എല്ലാ തലത്തിലും അഴിമതി നടത്തുന്ന സംഘമായി BJP അധപ്പതിച്ചു. ജനാധിപത്യ വിരുദ്ധ നയങ്ങൾ രാജ്യത്ത് അടിച്ചേൽപ്പിക്കുകയാണ് BJP സർക്കാരുകൾ. ഹരിയാനയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കണമെങ്കിൽ നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യത ഉൾപ്പെടെ അടിച്ചേൽപ്പിച്ചു. ജനാധിപത്യ സംവിധാനത്തെ തകർക്കുന്നതിനുള്ള പദ്ധതികൾ അവതരിപ്പിച്ചു. തൊഴിലാളി വിരുദ്ധമായി എഴുതിയ തൊഴിൽ നിയമങ്ങൾ രാജ്യത്ത് നടപ്പാക്കി തുടങ്ങി. BJP ഭരിക്കുന്ന രാജസ്ഥാനിൽ 2 കമ്പനികൾ പുതുക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിലാളികളെ പിരിച്ചുവിട്ടു. ഇസുസു കമ്പനി 53 ജീവനക്കാരെയും 180 തൊഴിലാളികളെയുമാണ് പിരിച്ചുവിട്ടത്. ADM അഗ്രോ കമ്പനി 101 തൊഴിലാളികളെ പിരിച്ചുവിട്ടു. ഇത്തരം നിയമങ്ങൾ രാജ്യവ്യാപകമായി കൊണ്ടുവരാൻ പോവുകയാണ്. ഇത്തരം നിയമങ്ങൾ കൊണ്ടുവരാൻ കേന്ദ്രതലത്തിൽ തന്നെ നടപടി ആരംഭിച്ചിട്ടുണ്ട്. രാജ്യത്തെ മരുന്ന് വില വൻതോതിൽ ഉയരുന്നതിനിടയാക്കിയ നടപടികളുമായാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് നീങ്ങുന്നത്. ലൈസൻസ് വ്യവസ്ഥ പ്രയോഗിക്കില്ലെന്ന് ഇന്ത്യ സ്വകാര്യമായി ഉറപ്പു നൽകിയെന്ന് അമേരിക്കയിലെ മരുന്നുൽപാദകരുടെ കൂട്ടായ്മയായ ഫാർമയും US ചേംബർ ഓഫ് കൊമേഴ്സും വെളിപ്പെടുത്തി. ഇതിനു പുറമെ പേറ്റന്റ് നിയമത്തിലെ 3 വ്യവസ്ഥകൾ കൂടി എടുത്തു മാറ്റുന്നുണ്ടത്രേ. ഇത് പ്രാബല്യത്തിലാകുന്നതോടെ മരുന്ന് വില ഇനിയും വൻതോതിൽ വർദ്ധിക്കും. UPA സർക്കാർ നടപ്പിലാക്കിയ ആഗോള നയങ്ങൾ BJPയും ശക്തമായി തുടരുകയാണ്. സാധാരണക്കാരുടെ ദൈനംദിന ആവശ്യത്തിന് വേണ്ടി പണമില്ലെന്ന് പറയുന്ന കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ബജറ്റിലെ കണക്ക് പ്രകാരം തന്നെ 5.61 ലക്ഷം കോടി രൂപ വൻകിട കോർപ്പറേറ്റുകൾക്ക് നികുതി ഇളവ് നൽകി. ഒപ്പം സാധാരണക്കാരന് 20,670 കോടി രൂപ നികുതി ചുമത്തുകയും ചെയ്തു. ഫലത്തിൽ പാവപ്പെട്ടവരെ 2ാം കിടക്കാരായി മാറ്റുന്ന നയങ്ങൾക്ക് BJP നേതൃത്വം നൽകുകയാണ്. കേരളത്തെ പരിഗണിക്കാൻ പോലും BJP നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല. കേരളത്തിലെ കോൺഗ്രസിന് BJPക്കെതിരെ പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഇന്നത്തെ കോൺഗ്രസ് തന്നെയാണ് നാളത്തെ BJPക്ക് കേരളത്തോട് വിരോധം വരാൻ കാരണമുണ്ട്. BJPക്ക് നേതൃത്വം കൊടുക്കുന്നത് RSS ആണ്. വർഗീയത പറഞ്ഞ് ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന BJPയെയും RSSനെയും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കില്ല. കാരണം കേരളം മതനിരപേക്ഷതയുടെ വിളനിലമാണ്. അതുകൊണ്ട് തന്നെ കേരളം ഇവരെ തിരസ്കരിക്കുന്നു. ആ വിരോധം, ആ പക, ആ വിദ്വേഷം കേരളത്തെ ജനങ്ങളോട് കാണിക്കുകയാണ്. പ്രളയം വന്നപ്പോൾ ഒരു സഹായവും ചെയ്യാതെ കേരളം നശിച്ചു കാണാൻ ആഗ്രഹിച്ചവരാണ് BJP സർക്കാർ. ലോകത്തെയും രാജ്യത്തെയും വിസ്മയിപ്പിച്ചുകൊണ്ടാണ് നാം അതിജീവനം നടത്തിയത്. എങ്ങനെ ഇത്തരം ഒരു അതിജീവനം നടന്നു എന്ന് എല്ലാവരും ചിന്തിച്ചത് വളരെയധികം വിസ്മയത്തോടെയാണ്. ഈ രഹസ്യം എന്നത് നമ്മുടെ നാടും ജനങ്ങളും കാണിച്ച ഒരുമയും ഐക്യവുമാണ്. അതിന്റെ പിൻബലത്തിലാണ് ഏത് പ്രതിസന്ധിയെയും നമ്മൾ അതിജീവിച്ചത്. ASEAN കരാറിന്റെ ഭാഗമായി തകർന്നു തരിപ്പണമായ കേരളത്തിന്റെ കാർഷിക മേഖല സംരക്ഷിക്കാനുള്ള ഒരു നടപടിയും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. സംസ്ഥാനത്ത് നടപ്പാക്കുമെന്ന് ഉറപ്പ് ലഭിച്ച പാലക്കാട്ടെ കോച്ച് ഫാക്ടറി, റെയിൽവേ മെഡിക്കൽ കോളേജ്, ചേർത്തലയിലെ വാഗമൺ ഫാക്ടറി തുടങ്ങിയവയൊന്നും ആരംഭിക്കാനുള്ള ഒരു നടപടിയും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ രാജ്യവ്യാപകമായ പ്രതിഷേധം ഉയർന്നു വരികയാണ്. ഇത്തരം ജനവികാരത്തെ തകർക്കാൻ ആക്രമണവും വർഗീയ നടപടികളുമായി RSS മുന്നോട്ട് വരുന്നു. നയങ്ങളിൽ ഒട്ടും വ്യത്യസ്തമില്ലാത്ത BJPയും കോൺഗ്രസും ഇനിയും അധികാരത്തിൽ വരരുത് എന്ന് ജനങ്ങൾ തീരുമാനിക്കണം. രാജ്യത്തിന്റെ മതനിരപേക്ഷ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുക എന്നത് നമ്മുടെ സുപ്രധാന കടമയാണ്. അത് മനസ്സിലാക്കി അടുത്ത തെരഞ്ഞെടുപ്പിൽ നമ്മുടെ വോട്ട് ബുദ്ധിപൂർവ്വം വിനിയോഗിക്കണം.